अय्या वणक्कम हे प्रभु ये क्या हुआ ഹേ ഹരിരാമകൃഷ്ണ ജഗന്നാഥ പ്രേമാനന്ദി എന്ന് പറഞ്ഞിരിക്കുന്ന വേറെ ആരുമല്ല, നമ്മുടെ മാൽദീവ്സിലെ പ്രസിഡന്റ് ആയിട്ടുള്ള മുഹമ്മദ് മുയിസു ആണ്. വേറൊരു കാര്യമില്ല, ഇന്ത്യയുമായിട്ട് ഒരേ ചൊറി. നേരത്തെയുള്ള പ്രസിഡന്റ് നല്ലൊരു തങ്കപ്പെട്ട മനുഷ്യനായിരുന്നു, ഇന്ത്യയോട് കൂറുള്ള മനുഷ്യനായിരുന്നു. നരേന്ദ്രമോദി മാൽദീവ്സിൽ എത്തുമ്പോൾ നരേന്ദ്രമോദിക്ക് അവിടെയുള്ള ഏറ്റവും വലിയ പരമോന്നത ബഹുമതി കൊടുത്ത് സ്വീകരിച്ച വ്യക്തിയായിരുന്നു നേരത്തെയുള്ള പ്രസിഡന്റ് എന്ന് പറയുന്നത്. പക്ഷെ മുഹമ്മദ് മുയിസു എന്ന് പറയുന്ന വേട്ടാവളിയൻ മാൽദീവ്സിൽ കയറിയത് മുതൽ ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള നിലപാടുകളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അയാൾ ഒരു ഹിന്ദു ഫോബിക് ആണ് എന്ന വലിയ രീതിയിലുള്ള ആക്ഷേപം സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നുണ്ട്. അതായത് വർഗീയവാദി എന്ന് നമ്മൾ പച്ചയ്ക്ക് പറയും. ഇനി എന്താണ് യഥാർത്ഥത്തിൽ ഈ മാൽദീവ്സിൽ നടക്കുന്ന പ്രശ്നം എന്ന് നമുക്കൊന്ന് ഇഴകീറി പരിശോധിക്കണ്ടേ. മാൽദീവ്സിൽ നടക്കുന്നതെന്ന് പറഞ്ഞാൽ മാൽദീവ്സ് എപ്പോഴും ഇന്ത്യക്ക് വിധേയപ്പെട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യക്കാർ തങ്ങളുടെ നല്ല രീതിയിലുള്ള വെക്കേഷൻസ് ആസ്വദിക്കാനായിട്ട് മാൽദീവ്സിലേക്ക് പറന്നിറങ്ങാറുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ മാൽദീവ്സും ഇന്ത്യയായിട്ട് നല്ല അടിപൊളി ടൈപ്പിൽ പൊക്കോണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഏത് രാജ്യത്തും വേട്ടാവളിയന്മാരായിട്ടുള്ള കുറേ ഭരണാധികാരികൾ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരു വേട്ടാവളിയൻ മാൽദീവ്സിൽ കയറിയത് മുതലാണ് മാൽദീവ്സിന് ശനിദശ തുടങ്ങിയത്. മാൽദീവ്സ് യഥാർത്ഥത്തിൽ ഇന്ത്യയുമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിധേയപ്പെട്ട് നിൽക്കുന്ന രാജ്യമായിരുന്നു. എന്തുണ്ടെങ്കിലും ഇന്ത്യയോട് ചോദിക്കും, ഇന്ത്യയുടെ മുമ്പിൽ ഹുസൂർ എന്ന് പറഞ്ഞിങ്ങനെ കുനിഞ്ഞു നിൽക്കുന്ന ഒരു രാജ്യമായിരുന്നു. പിന്നെ മാൽദീവ്സിൽ ഒരു പ്രസിഡന്റ് അധികാരമേറ്റു കഴിഞ്ഞാൽ ആദ്യം അയാൾ ഇന്ത്യ സന്ദർശിക്കും, അത് കഴിഞ്ഞ് മാത്രമേ വേറെ എവിടെയും പോവുകയുള്ളൂ എന്നും നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. ഇനി അറിഞ്ഞുകൂടാത്തവരുണ്ടെങ്കിൽ അത് അറിഞ്ഞുകൊള്ളുക. അങ്ങനെ മാൽദീവ്സിൽ ഭരണം മാറിയപ്പോൾ ഈ മുഹമ്മദ് മുയിസു എന്ന് പറയുന്ന ഈ വേട്ടാവളിയൻ അവിടെ കയറിയ ശേഷം ആദ്യം അയാൾ ഇന്ത്യയാണ് സന്ദർശിക്കേണ്ടത്. ആദ്യം അയാൾ സന്ദർശിച്ച സ്ഥലം എന്ന് പറയുന്നത് തുർക്കിയാണ്. നമ്മുടെ മറ്റേ ഖലീഫ, വലിയ യുദ്ധം, മാപ്പിള ലഹള, അങ്ങനെയുള്ള നമ്മുടെ തുർക്കി സന്ദർശിച്ചു. ആ തുർക്കിയൊക്കെ സന്ദർശിച്ച് നല്ല ആടിച്ച് പൊളിച്ച് അവിടെ നിന്ന് തിരിച്ചു വന്നപ്പോൾ ഇന്ത്യ വിചാരിച്ചു ഇനി ഇന്ത്യയിലേക്ക് വരുമായിരിക്കുമെന്ന്. പക്ഷേ വീണ്ടും ഇന്ത്യയിലേക്ക് വന്നില്ല, UAE സന്ദർശിക്കാൻ പോയി. അതും കുഴപ്പമില്ല, UAE സന്ദർശിച്ച് കഴിഞ്ഞ് അടുത്ത സന്ദർശനം ഇന്ത്യയിലേക്ക് ആയിരിക്കുമല്ലേ എന്ന് വിചാരിച്ചു. അവിടെ ഇവിടെ വെച്ച് നരേന്ദ്രമോദിയെ കണ്ടു, കൂടെ നിന്ന് കെട്ടിപ്പിടിച്ച് ഒരു ഫോട്ടോ എടുത്ത് ദാ പോണു. പക്ഷേ അടുത്ത സന്ദർശനം ലവൻ നേരെ പോയത് ചൈനയിലോട്ടാണ്. ഇത് ഇന്ത്യ സഹിക്കുമോ? ഇത് ഇന്ത്യക്ക് സഹിക്കാൻ സാധിക്കില്ല. ചൈനയിലോട്ട് പോവുക മാത്രമല്ല ചെയ്തത്, അവിടെയുള്ള പിങ്ങണനുമായിട്ട് കണ്ട് ഒരു ടൈപ്പ് ഉണ്ടാക്കിയിട്ട് ഇന്ത്യയുടെ സൈനിക വിന്യാസം ഇപ്പോൾ പുറത്തിറങ്ങണം, നരേന്ദ്രമോദി അങ്ങനെയാണ്, നമ്മുടെ രാജ്യം ഇങ്ങനെയാണ്, പാലസ്തീനികളെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നിങ്ങനെയുള്ള വിദ്വേഷം പരത്തുന്ന പല രീതിയിലുള്ള കമൻറ്റുകൾ മാൽദീവ്സിൽ അങ്ങ് മുഴങ്ങി കേൾക്കാൻ തുടങ്ങി. ആകെപ്പാടെ 5 ലക്ഷം പോപ്പുലേഷനാണ് അവിടെ ഉള്ളത്. നമ്മൾ 140 കോടി ജനങ്ങളുണ്ട്. ലോകത്തിലെ നമ്പർ 1 മാർക്കറ്റാണ്. നമ്മളിങ്ങനെ കയ്യിൽ വെച്ച് ഇങ്ങനെ ഞെരിച്ച് ഫൂ എന്ന് ഊതിക്കളഞ്ഞാൽ മാൽദീവ്സ് ചാരമായി പോകും എന്നുള്ളത് ഇതുപോലുള്ള ഒരു വേട്ടാവളിയനായിട്ടുള്ള പ്രസിഡന്റിന് മനസ്സിലായില്ല. പക്ഷേ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മോദിക്കൊന്ന് വാ തുറക്കേണ്ട ആവശ്യം പോലും വന്നില്ല. നരേന്ദ്രമോദി ഒന്നും ചെയ്തില്ല. നേരെ ആ ലക്ഷദ്വീപിലേക്ക് പോയി ഒരു കസേര ഇങ്ങോട്ട് എടുത്ത് വലിച്ചിട്ട് രജനീകാന്ത് സ്റ്റൈലിൽ അവിടെ നീലാംബരിയുടെ മുമ്പിൽ ഇരിക്കും പോലെ ആ കസേരയുടെ മുകളിൽ എടുത്തിട്ട് 4-5 ഫോട്ടോ എടുത്ത് നേരെ സോഷ്യൽ മീഡിയയിൽ അങ്ങ് പോസ്റ്റ് ചെയ്തു. അപ്പോൾ ആൾക്കാർ ലക്ഷദ്വീപ് എവിടെയാണെന്ന് സെർച്ച് ചെയ്യാൻ തുടങ്ങി. മാൽദീവ്സിനെക്കാട്ടിലും കൊള്ളാമല്ലോ ലക്ഷദ്വീപ് എന്നവർക്ക് മനസ്സിലായി. കാരണം ഈ മാൽദീവ്സ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ദ്വീപുകളാണ്. പക്ഷേ ലക്ഷദ്വീപ് അങ്ങനെയല്ല, വലിയ വലിയ ദ്വീപുകളാണ്. മാൽദീവ്സിൽ അവിടെ കടലിലിറങ്ങി കുളിക്കാൻ കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ ലക്ഷദ്വീപിൽ കടലിൻ്റെ അടിയിലേക്ക് പോയി പല പ്രകൃതി രമണീയമായിട്ടുള്ള കാര്യങ്ങളും കാണാം എന്ന് ജനങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെ ലക്ഷദ്വീപിന് കൂടുതൽ പ്രൊമോഷൻ കിട്ടുന്ന സാഹചര്യം ഉണ്ടായി. നമ്മളൊരു 100 വർഷം ലക്ഷദ്വീപിന് വേണ്ടി കിണഞ്ഞ് പരിശ്രമിച്ചാലും കിട്ടാത്ത പ്രൊമോഷനാണ് നരേന്ദ്രമോദിയുടെ ഒരൊറ്റ ഫോട്ടോയിലൂടെ കിട്ടിയത് എന്ന് നമുക്കറിയാം. ഇനി മാൽദീവ്സിന് ഇത് കണ്ടിട്ട് സഹിച്ചില്ല. കാരണം നമ്മുടെ രാജ്യത്തോട്ടാണല്ലോ ആൾക്കാരൊക്കെ വരേണ്ടത്. നമ്മുടെ രാജ്യമാണല്ലോ ഒരു ദ്വീപ് സമൂഹം എന്നുള്ള രീതിയിൽ ടൂറിസം വലിയ രീതിയിൽ മുഴച്ചു നിൽക്കുന്ന രാജ്യം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ലക്ഷദ്വീപ് എന്ന് പറയുന്ന ഈ സാധനം ഇതെവിടെ നിന്ന് വന്നടാ മരഭൂതമേ എന്നുള്ള രീതിയിൽ മാൽദീവ്സിലെ പ്രസിഡന്റും ആൾക്കാരും ഒക്കെ നോക്കി നിൽക്കുകയായിരുന്നു. അവിടെ നിന്നും നരേന്ദ്രമോദിക്കെതിരെ വിദ്വേഷം വമ്പിപ്പിക്കുന്ന വാക്കുകൾ അവിടെയുള്ള ഒഫീഷ്യൽസ് ആയിട്ടുള്ള ആൾക്കാർ, അതായത് അവിടുത്തെ മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ വലിയ രീതിയിൽ സ്പിറ്റ് ചെയ്യാൻ തുടങ്ങി. കൂട്ടത്തിൽ അവർ ലക്ഷദ്വീപിലെ ജനങ്ങൾക്ക് ഒട്ടും വൃത്തിയില്ലാത്തവരാണ് എന്നുള്ള ഒരു വംശീയമായിട്ടുള്ള കമന്റ് കൂടെ പുറപ്പെടുവിച്ചു. അവിടെയുള്ള ടൂറിസം മന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നത്, ദ മൂവി ഈസ് ഗ്രേറ്റ്, however the idea of competing with us is delusional. How can they provide the service we offer? How can they be so clean? The permanent smell in the rooms will be the biggest downfall.
നല്ലൊരു മൂവൊക്കെ തന്നെയാണ് മോദി നടത്തിയത്. പക്ഷെ നരേന്ദ്രമോദി ഒന്നും പറഞ്ഞില്ല, ഒരു ഫോട്ടോ ഇട്ടത് ഇളയമാരെല്ലാം കൂടെ അതിൽ കയറി ചാടിപ്പിടിച്ചു. അങ്ങനെ ഈ മൂവൊക്കെ നല്ലതാണ്. പക്ഷേ നിങ്ങളുടെ ആ നാട്ടിലെ ആ റൂമിലെ ആ സ്മെല്ലുണ്ടല്ലോ, ആ വൃത്തികെട്ട സ്മെല്ല്, ഇത് സഹിച്ച് നാട്ടുകാർ അവിടെ നിൽക്കുമെന്ന് നമുക്ക് തോന്നുന്നില്ല എന്ന് ഒരു മന്ത്രി അവിടെ ട്വീറ്റ് ചെയ്തു. ഒരു ഉന്നത ഉദ്യോഗസ്ഥയായിട്ടുള്ള പെണ്ണുമ്പിള്ള മറിയം ഷിവാന എന്ന് പറഞ്ഞ പെണ്ണുമ്പിള്ള നരേന്ദ്രമോദി ക്ലൗൺ ആണ് എന്ന് പറഞ്ഞ്, അതായത് ഒരു കോമാളിയാണ് എന്ന് പറഞ്ഞ് ട്വീറ്റ് ചെയ്തു. പോരാത്തതിന് വേറെ പല ആൾക്കാരും ഇത്തരത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ അപമാനിക്കുന്ന രീതിയിൽ ട്വീറ്റ് ചെയ്തു. ദോഷം പറയുന്നല്ലോ നമ്മുടെ നാട്ടിലെ സുഡാപ്പികൾ, അണ്ണന്മാരെപ്പോഴും അവരുടെ കൂടെയായിരുന്നു. ആ പെണ്ണുമ്പിള്ള ട്വീറ്റ് ചെയ്തത് വാട്ട് എ ക്ലൗൺ, ദ പപ്പറ്റ് ഓഫ് ഇസ്രായേൽ മിസ്റ്റർ നരേന്ദ്രമോദി ഡൈവർ വിത്ത് ലൈഫ് ജാക്കറ്റ് എന്നാണ് അവർ ട്വീറ്റ് ചെയ്തത്. അതായത് ലൈഫ് ജാക്കറ്റ് ഇട്ടുകൊണ്ട് നരേന്ദ്രമോദി കടലിൽ ചാടുന്നു എന്നാണ് അവർ ട്വീറ്റ് ചെയ്തത്. നമ്മുടെ നാട്ടിലെ സുഡാപ്പികൾ അവരിപ്പോഴും പതിവ് തെറ്റിച്ചില്ല. പാകിസ്ഥാനുമായിട്ട് എന്തെങ്കിലും ഉടക്ക് വരുമ്പോൾ പാകിസ്ഥാൻ്റെ കൂടെ, മാൽദീവ്സുമായിട്ട് എന്തെങ്കിലും ഉടക്ക് വരുമ്പോൾ മാൽദീവ്സിൻ്റെ കൂടെ, അങ്ങനെയാണ് അവരിങ്ങനെ നിന്ന് പോകുന്നത്. അത് പതിവ് അവരിവിടെയും തെറ്റിച്ചില്ല. അവരിപ്പോഴും അതിൻ്റെ കൂടെയാണ്. നരേന്ദ്രമോദിയെ കളിയാക്കുന്ന യവന്മാരും മുൻപന്തിയിൽ ഉണ്ടായിരുന്നു. നരേന്ദ്രമോദി ഒരു കോമാളിയാണ്, ഇതും ഇട്ടുകൊണ്ടാണോ സ്കൂബ ഡൈവിങ്ങിന് ചാടുന്നത് എന്നൊക്കെയാണ് വിവരവും വിദ്യാഭ്യാസവും വെള്ളിയാഴ്ച ഇല്ലാത്ത യവന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേരളം നമ്പർ 1 ലിറ്ററസി റേറ്റാണെന്ന് പറഞ്ഞിട്ടൊന്നും യാതൊരുവിധ കാര്യമില്ലെന്ന് അപ്പം എനിക്ക് മനസ്സിലായി. എടാ മണ്ടന്മാരെ, അതിൻ്റെ പേര് സ്നോർക്കിലിംഗ് എന്നാണ്. അതിന് കൃത്യമായിട്ടുള്ള ഡെഫിനിഷൻ ഗൂഗിളിൽ പോയി തപ്പി നോക്കിയാൽ എഴുത്തും വായന അറിയാമെങ്കിൽ നിനക്കൊക്കെ മനസ്സിലാവൂ എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്തായിരുന്നാലും സുഡാപ്പികളും അങ്ങനെ മോദി ആക്ഷേപിക്കുന്നു. പക്ഷെ ആ സമയത്തും ലക്ഷദ്വീപിലെ ജനങ്ങളെ മാലദ്വീപിലെ മന്ത്രിയെ അധിക്ഷേപിച്ചതിൽ അവർക്ക് യാതൊരുവിധ പരാതിയില്ല. അവിടെ വലിയ രീതിയിലുള്ള ഫ്ലക്സ് ഇല്ല, ക്യാമ്പയിൻ ഇല്ല, ഒരു കുന്തവും ഇല്ല. നമ്മുടെ നാട്ടിൽ ലക്ഷദ്വീപിന് വേണ്ടി ഷേം ലക്ഷദ്വീപ് എന്ന് ഇറങ്ങിയ ഒരു വേട്ടാവളിയന്മാരെ ആ ഏരിയയിൽ കണ്ടില്ല. ഒരു മുണ്ണകളും തലപൊക്കി നോക്കിയില്ല എന്നുള്ളതാണ് ഇവിടെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഇതാണ് ഈ സ്റ്റോറിയിൽ ഹൈലൈറ്റ് ആയിട്ടുള്ള പോയിന്റ്. നേരത്തെ ലക്ഷദ്വീപിന് വേണ്ടി ആദ്യം പോസ്റ്റ് ഇട്ടായിരുന്നു പൃഥ്വിരാജാണ്. പൃഥ്വിരാജിനെ 7 കൊല്ലത്ത് കണ്ടില്ല. നമ്മുടെ നാട്ടിലെ ആൾക്കാരെയും ലക്ഷദ്വീപിലെ ആൾക്കാരെയും വംശീയമായിട്ട് അധിക്ഷേപിച്ച് പൃഥ്വിരാജ് മൗനം പാലിച്ചിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ വേറെ ആൾക്കാരായിട്ടുള്ള സാംസ്കാരിക നായകർ കൂടി തുറന്നിറങ്ങി കുരയ്ക്കുന്ന മറ്റു ആൾക്കാരൊന്നും നമ്മൾ ഈ സമയത്തൊന്നും കണ്ടില്ല. പക്ഷേ വന്നു. ആരുടെയും യാതൊരുവിധ പ്രചോദനവുമില്ലാത്ത സച്ചിൻ ടെണ്ടുൽക്കർ, സൽമാൻ ഖാൻ, ജോൺ എബ്രഹാം, അക്ഷയ് കുമാർ, വരുൺ ധവാൻ, അങ്ങനെ എല്ലാവരും മാൽദീവ്സിനെതിരെ ആറഞ്ചം പുറഞ്ചം ട്വീറ്റ് ഇട്ടു. ഈ നരേന്ദ്രമോദിയുടെ ഒരൊറ്റ ഫോട്ടോ കൊണ്ട് മാൽദീവ്സിന്റെ ടൂറിസത്തിൽ വലിയ ഇടിവുണ്ടായി, വലിയ സാമ്പത്തിക നഷ്ടമുണ്ടായി. പല സൈറ്റുകളും പറയുന്നത് മാൽദീവ്സിലേക്ക് പോകാനിരുന്ന ആൾക്കാർ കൂട്ടത്തോടെ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യുന്നു എന്നാണ്. അതുമാത്രമല്ല, ഇതൊക്കെ കൂടെ ആയപ്പോഴേക്കും മാൽദീവ്സ് ആ 3 മന്ത്രിമാരെയും അങ്ങ് തട്ടി എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. തട്ടി എന്ന് പറഞ്ഞാൽ അവരെ അങ്ങ് സസ്പെൻഡ് ചെയ്തു. ഇനി മുതൽ ഇവിടെ കയറി ഇരിക്കേണ്ട, ആ കയറിയിരുന്ന മുട്ടുകാൽ ഞാൻ തല്ലി ഓടിക്കുമെന്നാണ് അവിടുത്തെ പ്രസിഡന്റ് പറഞ്ഞത് എന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇന്ത്യയായിട്ട് മുട്ടാൻ വരുമ്പോൾ നമ്മുടെ മോഹൻലാൽ ഏതോ ഒരു സിനിമയിൽ ഭീമൻ രഘുവിനോട് പറയുന്നുണ്ട്, നീ പണ്ട് അടിച്ച ഉടുതുണിക്കും മറുതുണിയില്ലാത്ത പഴയ സണ്ണിയല്ല ഞാൻ. ഇന്ന് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നിനക്ക് സ്വപ്നം പോലും കാണാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെയാണ് കാര്യങ്ങൾ. മലേഷ്യയായിട്ടുള്ള കേസൊക്കെ നമുക്കറിയാമല്ലോ. മലേഷ്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കെതിരെ ഒരു നിലപാടെടുത്തപ്പോൾ മലേഷ്യ എന്നുള്ള പാം ഓയിൽ ഇറക്കുമതി, അതാണ് അവരുടെ പ്രധാന എക്കണോമിക്കൽ സ്രോതസ്. അത് ഇന്ത്യ അങ്ങ് നിർത്തി. ഇനി നമ്മൾ ഇന്തോനേഷ്യയിൽ നിന്ന് പാം ഓയിൽ വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞു. ഇന്തോനേഷ്യയിൽ നിന്ന് പാം ഓയിൽ വാങ്ങിച്ചു. മലേഷ്യയുടെ സാമ്പത്തിക ഭദ്രത, സാമ്പത്തിക നിലയെല്ലാം ഇടിഞ്ഞ് പണ്ടാരം തുടങ്ങി. അവിടുത്തെ പ്രസിഡന്റ് തെറിച്ചു, പുതിയ പ്രസിഡന്റ് വന്നു. ഇന്ത്യയുമായിട്ട് വീണ്ടും നല്ല ടൈപ്പിലായി. അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ സൗദി അറേബ്യയുടെ കേസ് വന്നപ്പോൾ സൗദി അറേബ്യയിൽ നിന്നും എണ്ണ വാങ്ങിക്കുന്നത് ഇന്ത്യ നിർത്തിയിട്ട് നേരെ റഷ്യയുടെ കയ്യിൽ നിന്ന് പോയി. ചരിത്രത്തിൽ ആദ്യമായിട്ട് റഷ്യൻ മണി കൊടുത്ത് ഇന്ത്യ വാങ്ങിച്ചു, ഡോളറല്ല കൊടുത്തത്. വലിയ നീക്കമായിരുന്നു. അതിൻ്റെ മുകളിൽ ചൈന അതും നോക്കി അന്തം വിട്ട് കുന്തം വിഴുങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കണ്ടത്. ഇപ്പോഴും വലിയ രീതിയിൽ റഷ്യയിൽ നിന്നും ഇന്ത്യയിൽ എണ്ണ ഇറക്കുമതി നടക്കുന്നുണ്ട് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. അതുകൊണ്ട് നരേന്ദ്രമോദിയുമായിട്ട് കളിക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ഒരു കൊച്ചു രാജ്യമാണ്. ആ മോദിയായിട്ട് കളിക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് കളിക്കണം എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അങ്ങനെ കൂടുതലൊന്നും ചെയ്യില്ല, ഒന്ന് വാ തുറക്കുക പോലുമില്ല. അങ്ങനെ ഇതുപോലെ എവിടെയെങ്കിലും ചെന്ന് ഒരു കസേരയും വലിച്ചിട്ട് 4 ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്താൽ മതി. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക നില തന്നെ തകർന്ന് തരിപ്പണമായി. അവിടെ നമുക്കൊരു ഹോൾഡും ഇല്ലെങ്കിലും, ഏത് ഇന്ത്യൻ സർക്കാരിന് ആ രാജ്യത്ത് ഒരു ഹോൾഡും ഇല്ലെങ്കിലും അവിടുത്തെ 3-4 മന്ത്രിമാരാണ് പടപടപടാന്ന് തെറിച്ചു പോകുന്നത് എന്നും കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക എന്ന് മാത്രമേ മാൽദീവ്സിലെ ആൾക്കാരോട് പറയാനുള്ളൂ. വേറൊരു കാര്യം ഇതിൽ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത്, ലക്ഷദ്വീപിന്റെ വിഷയങ്ങൾ വരുമ്പോൾ ഇവിടെ ചാടിത്തുള്ളി കൂടിറങ്ങി കുരയ്ക്കുന്ന പല ആൾക്കാരുമുണ്ട്. അവരൊന്നും ലക്ഷദ്വീപിലെ ജനങ്ങളെ ഇത്തരത്തിൽ അധിക്ഷേപിച്ചപ്പോൾ, ഇന്ത്യൻ ജനതയെ ഇത്തരത്തിൽ അധിക്ഷേപിച്ചപ്പോൾ ഒരു വാക്കുപോലും മിണ്ടിയില്ല. അപ്പോൾ ഇവരുടെയൊക്കെ പ്രധാനപ്പെട്ട കാര്യം ലക്ഷദ്വീപിലെ ജനങ്ങൾ ദുഃഖിക്കുന്നതിലല്ല, മറിച്ച് നരേന്ദ്രമോദിയെ എങ്ങനെയെങ്കിലും താഴെ ഇറക്കി കാണണം. എൻ്റെ പൊന്നു മോനെ, അതൊന്നും നടക്കാത്ത കേസാണ് എന്ന് നിനക്കൊക്കെ ഇനിയും മനസ്സിലായില്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഭാവി പ്രധാനമന്ത്രിയാകും എന്ന ആ ഒരു സ്വപ്നവും കണ്ട് നിങ്ങൾക്കിനി ശേഷമുള്ള കാലം കഴിഞ്ഞുകൂടാം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ ഓക്കെ, ബൈ.